ഒരു കടൽപ്പാത നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ കുറച്ച് മാസങ്ങളായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്രോൾ ഡീസൽ വില ദിനംപ്രതി വർദ്ധിക്കുന്നു. പാചകവാതക വില അമിതമായി വർദ്ധിക്കുന്നു. അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു. ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് പാലിൻ്റെ വില 4 രൂപ കൂട്ടിയെന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. ഈ വില വർധനയ്ക്കിടയിൽ പ്രധാനമന്ത്രി സ്വമേധയാ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് രാഷ്ട്രത്തിലെ ഓരോ പൗരന്മാരോടും ആഹ്വാനം ചെയ്യുകയാണ്. എന്താണ് ഇന്ത്യയുൾപ്പെടുന്ന ലോക രാജ്യങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇനി വരും ദിവസങ്ങളിൽ ഇന്ത്യയിലും ലോകത്തും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ്? വെൽക്കം ബാക്ക് ടു റിവൈൻഡ് മലയാളം. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുകയും അതിൽ ഇറാനിലെ പരമോന്നത നേതാവായ അലി ഖമേനി ഉൾപ്പെടെയുള്ള ധാരാളം പേർ മരണപ്പെടുകയുമാണ്. ഇറാൻ തിരിച്ചാക്രമിക്കുന്നു, യുദ്ധം നീണ്ടുപോകുന്നു, സാധാരണക്കാരായ ധാരാളം പേർ മരണപ്പെടുകയുമാണ്. ഒടുവിൽ ഇറാൻ കാലാകാലങ്ങളായി പ്രയോഗിച്ചിരുന്ന തൻ്റെ അടവ് പയറ്റി തുടങ്ങുകയാണ്. അതായത് ലോകത്തിലെ ചരക്ക് ഗതാഗതത്തിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന ഹോർമോസ് കടലിടുക്ക് തങ്ങളുടെ കടുത്ത നിയന്ത്രണത്തിൽ ആക്കുക, അതുവഴിയുള്ള ചരക്കുകൾ കടത്തിവിടാതിരിക്കുക. ആ ഒരു അടവ് ഇറാൻ പ്രയോഗിച്ചു തുടങ്ങിയതോടെ ഇന്ത്യ ഉൾപ്പെടുന്ന രാജ്യങ്ങളിൽ ചെറിയ രീതിയിൽ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം വന്നു തുടങ്ങിയ കാര്യം നമ്മൾ അറിഞ്ഞതാണല്ലേ. അതായത് LPG ലഭ്യത കുറഞ്ഞു, ഹോട്ടലുകൾ അടച്ചു, ഭക്ഷണ സാധനങ്ങളുടെ വില കൂട്ടുന്നു. ഒടുവിൽ ഇറാൻ 4 പതിറ്റാണ്ടിലേറെയായി പറഞ്ഞ ആ ഒരു കാര്യം നടപ്പിലാക്കുകയാണ്. ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുന്നു. ഇവിടെയാണ് സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിൻ്റെ കഥ ആരംഭിക്കുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് രൂപപ്പെട്ടിട്ട് 250 മില്യൺ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതിലൂടെയല്ലേ വാണിജ്യ ഗതാഗതം തുടങ്ങിയത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് സ്ട്രെയിറ്റ് ഓഫ് ഹോർമസ് ഒരു രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ, പേർഷ്യ, അറബ് രാജ്യങ്ങൾ മുതലായവയുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഹോർമോസ് രാജ്യം 20-ാം നൂറ്റാണ്ടിൽ തങ്ങളുടെ രാജ്യത്തിന് താഴെ വലിയൊരു എണ്ണ ശേഖരം ഉള്ളതായി കണ്ടെത്തുകയും അതറിഞ്ഞ് പോർച്ചുഗീസ് സൈന്യം ഹോർമോസ് രാജ്യം പിടിച്ചെടുത്ത് എണ്ണ കുഴിച്ചെടുക്കാൻ ആരംഭിക്കുകയുമാണ്. പിന്നീട് പേർഷ്യൻ ഭരണാധികാരി ഹോർമോസ് രാജ്യം പിടിച്ചെടുക്കുകയും അവരുടെ അധീനതയിൽ വരുത്തുകയുമാണ്. ഇന്ന് ലോകത്തിലെ മിക്ക രാജ്യങ്ങളുടെയും ഊർജ്ജ ഗതാഗത ജീവനാഡിയായിട്ടാണ് ഹോർമോസ് കടലിടുക്ക് അറിയപ്പെടുന്നത്. അതിന് പ്രധാന കാരണം തന്നെ ഇറാഖ്, ഇറാൻ, കുവൈറ്റ്, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള എണ്ണ ശേഖരണം തന്നെയാണ്. ഇന്ന് ഈ 6 രാജ്യങ്ങളിൽ നിന്നായി ഓരോ ദിവസവും ഏകദേശം 17 മില്യൺ ബാരൽ എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായി പറയപ്പെടുന്നു. ഇവിടെ കുഴിച്ചെടുക്കുന്ന എണ്ണ പ്രധാനമായും ജപ്പാൻ, ഇന്ത്യ, ദക്ഷിണ കൊറിയ, ചൈന എന്ന രാജ്യങ്ങളിലേക്കാണ് അയക്കുന്നത്. അതായത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയുടെ 20%, LNGയുടെ 20 മുതൽ 25% ഹോർമോസ് കടലിടുക്ക് വഴിയാണ് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതായത് ദിവസവും 21 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഹോർമോസ് കടലിടുക്ക് വഴി കടന്നു പോകുന്നു എന്ന് സാരം. ഇതിൽ ഇന്ത്യ എത്ര ബാരൽ എണ്ണ ദിവസം കൊണ്ടുപോകുന്നെന്ന് ചോദിച്ചാൽ 2.7 മില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യ ദിവസവും ഹോർമോസ് കടലിടുക്ക് വഴി കൊണ്ടുപോകുന്നു. ശതമാനത്തിൽ പറയുകയാണെങ്കിൽ 80% മുതൽ 90% ക്രൂഡ് ഓയിൽ ഇന്ത്യ ഈ ഒരു ഹോർമോസ് കടലിടുക്ക് വഴി കൊണ്ടുപോകുന്നു. ഇങ്ങനെ വിവിധ രാജ്യങ്ങളുമായി വാണിജ്യപരമായി വളരെയേറെ കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് പേർഷ്യൻ കടലിനും ഒമാൻ കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ കടലിടുക്കിൻ്റെ നോർത്ത് ഇറാനും സൗത്തിൽ UAEയും ഒമാനുമാണ് ഉള്ളത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസിൻ്റെ ആകെ നീളമെന്ന് പറയുന്നത് 177 കിലോമീറ്ററാണ്. വീതി 35 കിലോമീറ്റർ മുതൽ 63 കിലോമീറ്റർ വരെയാണ്. മാത്രമല്ല ഹോർമോസ് കടലിടുക്കിൻ്റെ ഏറ്റവും കുറഞ്ഞ വീതി എന്ന് പറയുന്നത് 33 കിലോമീറ്റർ മാത്രമാണ്. ഈ ഒരു 33 കിലോമീറ്റർ ഇടുങ്ങിയ പാതയിൽ ചരക്ക് കപ്പലുകൾക്ക് പോകാനും വരാനുമായി 3 കിലോമീറ്റർ വീതമുള്ള 2 പാതകളും അതിനിടയിൽ 3 കിലോമീറ്റർ ബഫർ സോണും ഉൾപ്പെടുന്നു. ഇങ്ങനെ സാമ്പത്തികപരമായി എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമോസ് അടച്ചു പൂട്ടുന്നതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിൽ $100 കടന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ധന ലഭ്യത ഇല്ലാതായാൽ അല്ലെങ്കിൽ ഇന്ധനവില കൂടിയാൽ അത് നാം ഓരോരുത്തരുടെയും നിത്യജീവിതത്തെ ബാധിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല. ഇനി എത്ര നാൾ ഹോർമോസ് കടലിലേക്ക് അടച്ചിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഇനിയുള്ള ലോക രാജ്യങ്ങളുടെയും നാം ഓരോരുത്തരുടെയും സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. അതിനുതകുന്ന വണ്ണം പ്രൈം മിനിസ്റ്റർ 7ഓളം നിയന്ത്രണങ്ങൾ സ്വമേധിക നടപ്പാക്കണമെന്ന് പറയുന്നുണ്ട്. അടുത്ത 1 വർഷത്തിൽ സ്വർണം വാങ്ങുന്നത് നിയന്ത്രിക്കണമെന്ന് പ്രൈം മിനിസ്റ്റർ നമ്മളോട് പറയുന്നുണ്ട്. നമുക്കറിയാം, നമുക്ക് സ്വർണം ഒരു ആവശ്യ വസ്തുവാണ്. അത് നിയന്ത്രിക്കുമെന്നാണ് ഈ 1 വർഷത്തിൽ പ്രധാനമന്ത്രി പറയുന്നത്. പരമാവധി വിദേശ യാത്രകൾ ഒഴിവാക്കണമെന്നും പരമാവധി വർക്ക് ഫ്രം ഹോമിന് മുൻഗണന നൽകണമെന്നും പരമാവധി പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പാചകവാതകങ്ങൾ പരമാവധി കുറച്ച് ഉപയോഗിക്കുക, മാത്രമല്ല രാസവളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷിക്ക് പകരം ജൈവവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്യുക.
നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഇതൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ നിയന്ത്രണങ്ങളെന്ന് പറയുന്നത്. ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് ഇന്ത്യ ഇനി വരും ദിവസങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി നേരിടുമോ എന്നതിലാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ.